നദിയെ വെറുമൊരു നദിയായി മാത്രം കാണുന്ന സ്ഥലങ്ങളുണ്ട്. ജനങ്ങൾ അതിൽ നിന്ന് കുടിക്കുന്നു, കുളിക്കുന്നു, അതിനെ സംരക്ഷിക്കുന്നു. കാരണം നദിക്കകത്തും പുറത്തുമുള്ള ജീവനുകൾ നിലനിൽക്കുന്നത് തന്നെ അതിലെ ജലം കൊണ്ടാണെന്ന അറിവ് മാത്രമല്ല, തിരിച്ചറിവും അവർക്കുണ്ട്. എന്നാൽ നദികളെ ദൈവമായി കരുതിയിട്ട് പോലും വിചിത്രമായ കാര്യങ്ങൾ സംഭവിക്കുന്ന സ്ഥലങ്ങളുമുണ്ട്. ഒരു വശത്ത് അതിനെ ഭക്തിയോടെ ആരാധിക്കുമ്പോൾ മറുവശത്ത് അതിൽ വിഷം കലർത്തുന്ന വിരോധാഭാസം. ഭക്തിയോടെ പൂക്കൾ അർപ്പിക്കുന്ന അതേ നദിയിൽ തന്നെ പ്ലാസ്റ്റിക്കുകളും കൊണ്ടുപോയി തള്ളുന്നു. ആദരവോടെ ചിതാഭസ്മം ഒഴുക്കുന്ന അതേ വെള്ളത്തിൽ തന്നെ മാലിന്യങ്ങളും ഒഴുക്കിക്കളയുന്നു. വിശ്വാസങ്ങളെക്കാൾ മുകളിലാണ് ആളുകൾ എളുപ്പപ്പണികളെ പ്രതിഷ്ഠിക്കുന്നത്. മാലിന്യം റീസൈക്കിൾ ചെയ്യുന്നതിനും സംസ്കരിക്കുന്നതിനും കുറച്ച് സമയം മെനക്കെടുത്തണം. എന്നാൽ പുഴയിൽ കൊണ്ടുപോയി തള്ളുമ്പോൾ വെള്ളം മാലിന്യങ്ങളെ വിഴുങ്ങി ദൂരേക്ക് കൊണ്ടുപോകും. അവനവനുണ്ടാകുന്ന മാലിന്യത്തിന്റെ ബാധ്യത ഒഴിവാക്കാൻ ഇതിലും വലിയ എളുപ്പപ്പണി വേറെ എന്താണുള്ളത്? വിശുദ്ധമെന്നും അമ്മയെന്നും ദേവിയെന്നും വിളിക്കപ്പെടുന്ന നദികളെ പോലും ആ പദവികളൊന്നും മാലിന്യത്തിൽ നിന്ന് സംരക്ഷിക്കുന്നില്ല. ഒന്നിന് ദൈവീകമെന്ന് പ്രഖ്യാപിക്കുമ്പോൾ അതിന് നാശമില്ലെന്ന് മനുഷ്യർക്ക് തോന്നുന്നതാവാം ഇതിന് കാരണം. അതിലേക്ക് ഏത് മാലിന്യം എറിഞ്ഞാലും ദൈവം അത് വൃത്തിയാക്കിക്കൊള്ളുമെന്ന ചിന്ത. ദശലക്ഷക്കണക്കിന് ആളുകൾ തങ്ങളുടെ പാപങ്ങൾ കഴുകിക്കളയാൻ പുണ്യനദികളിലേക്ക് വരും. പക്ഷേ നദി വൃത്തിയാക്കാൻ മാത്രം ആരെയും കാണില്ല. ദൈവഭക്തിയുടെ അതേ അവസ്ഥ തന്നെയാണ് ദേശഭക്തിക്കും. ഉച്ചത്തിലുള്ള അഗ്രസീവായ, എല്ലായ്പ്പോഴും ഓൺലൈനിൽ സജീവമായ ദേശസ്നേഹം അതിർത്തികളിൽ അതിന്റെ പാരമ്യത്തിലെത്തും. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ചൈന ബോയ്ക്കോട്ടുകളിലും ഹാഷ്ടാഗുകളിലും ക്രിക്കറ്റിലും സിനിമയിലും കൊടിമുടി കയറുന്ന ദേശസ്നേഹത്തെ പക്ഷേ സ്വന്തം മണ്ണിലെ തെരുവുകളിൽ നമുക്ക് കാണാനേ കിട്ടാറില്ല. പബ്ലിക് ടോയ്ലറ്റുകളിൽ, നദിയോരങ്ങളിൽ, ട്രാഫിക് ക്യൂകളിൽ എല്ലാവരെയും സംരക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ നിയമങ്ങൾ പാലിക്കുന്നതിൽ ഇവയിലൊന്നും ദേശസ്നേഹത്തിന്റെ പൊടി പോലും കാണാറില്ല. ഭാരതമാതാവ് ജയിക്കട്ടെ എന്ന് ആക്രോശിക്കും. പക്ഷെ യഥാർത്ഥത്തിലുള്ള പ്രകൃതി മാതാവിനെ കാണുന്നത് വെറും മാലിന്യം തള്ളാനുള്ള ചപ്പുകൂനയായിട്ടാണ്. സ്വന്തം രാജ്യത്തോടുള്ള യഥാർത്ഥ സ്നേഹം എന്നത് മുദ്രാവാക്യം വിളികളിലോ പതാക പ്രദർശിപ്പിക്കലിലോ അല്ല, അത് വെറുമൊരു പ്രകടനം മാത്രമാണ്. അവസാനമായി നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മുടെ ഭക്തി കൊണ്ടൊരു പുഴ ശുദ്ധീകരിക്കപ്പെടുകയാണെങ്കിൽ അതിനേക്കാൾ വലിയ ദൈവഭക്തി വേറെയില്ല. എന്നാൽ നമ്മുടെ ഭക്തി കൊണ്ടൊരു പുഴ മലിനമാക്കപ്പെടുകയാണെങ്കിലോ അതിനേക്കാൾ വലിയ ദൈവനിന്ദയും വേറെയില്ല.